ഹായ് എല്ലാവർക്കും A to Zന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ റെയിൽവേയിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ റെയിൽവേയിൽ അപ്രന്റീസ്ഷിപ്പിനൊക്കെ ട്രൈ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ ഈസ്റ്റേൺ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് സെൽ RRC ഈസ്റ്റേൺ റെയിൽവേ ഇപ്പോൾ 3115ഓളം ഒഴിവുകളിലേക്ക് വിവിധ ട്രേഡുകളിലായിട്ട് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മിനിമം 10ാം ക്ലാസ് പ്ലസ് അതിനോട് കൂടി തന്നെ മിനിമം 50% മാർക്കിൽ കുറയാത്തൊരു 10ാം ക്ലാസ് പ്ലസ് അതിനോട് കൂടി ഒരു IT NCVT അല്ലെങ്കിൽ SCVT സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഈ ഒരു വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ ഏതെല്ലാം ഡിവിഷനുകളിലേക്ക് ഒഴിവുകളുണ്ട്, അതുപോലെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എത്ര വേക്കൻസികളുണ്ട്, എങ്ങനെയാണ് ഇത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ സ്റ്റെപ്പുകൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മൊബൈൽ വഴിയും നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ വനിതകൾക്കും ഇത് അപേക്ഷിക്കാൻ പറ്റും. തീർച്ചയായും അപ്ലൈ ചെയ്യാം. നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം. ഇന്ത്യൻ റെയിൽവേക്ക് കീഴിലുള്ള ഈസ്റ്റേൺ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് സെല്ല് RRC ആണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായിട്ട് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് മിനിമം 10ാം ക്ലാസ് കഴിഞ്ഞവർക്കും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നിങ്ങൾ ഏതെങ്കിലും ട്രേഡിലുള്ള IT ഉള്ളവർക്കൊക്കെ നല്ലൊരു അവസരമായിട്ട് 3115ഓളം വിവിധ ഡിവിഷനുകളിലായിട്ട് വിളിച്ചത്. അപ്പോൾ അത് ഈ ഒരു വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതും കൂടി നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ വേക്കൻസികൾ എങ്ങനെയാണ്, ഏതെല്ലാം ട്രേഡുകളുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കൂടി നോക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഡേറ്റ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് 12/9/2023 വന്നത്. 27/9/2023 മുതൽ ഈ നോട്ടിഫിക്കേഷൻ ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി 16/9/2023. അപ്പോൾ അതിന് മുമ്പ് തന്നെ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ ഈ പറയുന്ന സ്റ്റെപ്പുകളൊക്കെ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ മൊബൈലിൽ നിന്ന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ മൊബൈലിൽ നിന്നും ഇതുപോലെ തന്നെ ഈ പറയുന്ന സ്റ്റെപ്പുകളൊക്കെ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് നോട്ടിഫിക്കേഷൻ നോക്കാം. വിവിധ ഡിവിഷനുകളിലായിട്ടാണ് വന്നിരിക്കുന്നത്. ഔറ ഡിവിഷനിൽ ഏകദേശം 659 ഒഴിവുകൾ വന്നിട്ടുണ്ട് ടോട്ടൽ. അതിൽ ഫിറ്റർ ട്രേഡ് ഉണ്ട്, വെൽഡർ ഉണ്ട്, അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള വിവിധ ട്രേഡുകളിലുള്ളവർക്കുണ്ട്. ഏത് ട്രേഡ് ഇപ്പോൾ നിങ്ങൾ IT ഏത് ട്രേഡിലാണ് എടുത്തിരിക്കുന്നത് ആ ട്രേഡുകളിലുള്ള ITകളിലൊക്കെ ഒഴിവുകളുണ്ട്. ഒഴിവുകളുടെ എണ്ണം നിങ്ങൾ നോക്കുക. നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ച് ഏത് ഡിവിഷനുകളാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് പ്രിഫറൻസ് കൊടുക്കാം. 6 പ്രിഫറൻസ് വരെ കൊടുക്കാം. വിവിധ ഡിവിഷനുകളുണ്ടെങ്കിലും ഓരോ ഡിവിഷനുകളായിട്ട് ഇപ്പോൾ ആ ഡിവിഷനിൽ നമുക്ക് കിട്ടിയില്ലെങ്കിൽ രണ്ടാമത്തെ ഡിവിഷനിൽ കൊടുക്കുന്ന രീതിയിലുള്ള അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഡിവിഷനുകളൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഓരോ ഡിവിഷനുകളിൽ വന്നിട്ടുള്ള വേക്കൻസികൾ നിങ്ങൾ നോക്കുക. ഏത് ഡിവിഷനുകളിലാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ട്രേഡുകൾ, ഇപ്പോൾ ഫിറ്റർ ട്രേഡ് ആണെങ്കിൽ ഓരോ ഡിവിഷനുകളിലും നല്ല വേക്കൻസികളുണ്ട്. അപ്പോൾ ആ ഒരു ഡിവിഷൻ നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഇനി ഏജ് ലിമിറ്റിൻ്റെ കാര്യത്തിലേക്കും അതുപോലെ പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി ഉള്ള ബെഞ്ച് മാർക്ക് ഡിസേബിലിറ്റി ഉള്ള ആൾക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളൊരു PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ താഴെ എങ്ങനെയാണ് ഇത് ലഭിക്കുന്നത് ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ ഏത് ട്രേഡിലാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ആ ട്രേഡിൽ പറഞ്ഞിട്ടുള്ള ഡിസേബിലിറ്റി ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ആ ഡിസേബിലിറ്റി ആണോ നിങ്ങൾക്ക് നോക്കാം. പിന്നെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 15 വയസ്സ് മുതൽ 24 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതുപോലെ SC ST OBC വിഭാഗത്തിനൊക്കെ അതിൻ്റെതായിട്ടുള്ള ഏജ് ഇളവുകളും അതുപോലെ പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസേബിലിറ്റി ഉള്ള ആൾക്കൊക്കെ അതിൻ്റെതായിട്ടുള്ള ഏജ് ഇളവുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ മെയിനായിട്ട് നമ്മൾ പറഞ്ഞു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അത് 10th പാസ്സായിരിക്കുക പ്ലസ് അതിനോട് കൂടി NCVT അല്ലെങ്കിൽ SCVT അംഗീകരിച്ച ഒരു ITI സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു റെഗുലറായി പഠിച്ച ഇപ്പോൾ 10ാം ക്ലാസ് 50% മാർക്കോട് കൂടിയിട്ടുള്ള ഒരു 10ാം ക്ലാസ് പ്ലസ് അതിനോട് കൂടി NCVT SCVT ഉണ്ടായിരിക്കും. ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് 100 രൂപയുണ്ട്. എന്നാൽ SC ST അതുപോലെ PWD കാൻഡിഡേറ്റ്സിന് വിമൻ കാൻഡിഡേറ്റ്സിനൊന്നും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. അവർക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതിയാവും. അപ്ലൈ ചെയ്യേണ്ട രീതി നമ്മൾ പറയുന്നുണ്ട്. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു PDF ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം അത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു വീഡിയോ കൂടി കണ്ടതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യാം. താഴെ നിങ്ങൾക്ക് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താഴെ ലിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള എല്ലാ വിവരങ്ങളും ലഭിക്കുന്നതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഏതെല്ലാം ഡിവിഷനുകൾ എത്ര ഒഴിവുകളുണ്ട്. അപ്പോൾ ആ ഡിവിഷൻ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതെല്ലാം ട്രേഡിലാണ് ഒഴിവുകളുള്ളത് നോക്കിയ ശേഷം താഴെ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസൊക്കെ കഴിഞ്ഞ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ലിങ്ക് കാണാം. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ PDF നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആ PDF നിങ്ങൾ പൂർണ്ണമായിട്ടും എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്യുക. ഏതിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് അതൊക്കെ നോക്കിയതിന് ശേഷം പിന്നെ അപ്ലൈ നോ എന്ന് പറയുന്ന ലിങ്ക് കാണും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക്
ഈസ്റ്റേൺ റെയിൽവേയുടെ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് സെല്ലിൻ്റെ ഒഫീഷ്യൽ പേജിലാണ്, അപ്ലൈ ചെയ്യേണ്ട പേജിലാണ് നിങ്ങൾക്ക് ലഭിക്കാം. അവിടെ ഒരുപാട് നിങ്ങൾക്ക് കാണാം, ഒരുപാട് നോട്ടിഫിക്കേഷൻസ് കാണാം. അതിൽ നമ്മളിപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു ഈസ്റ്റേൺ റെയിൽവേയിൽ അപ്രന്റീസ്ഷിപ്പിന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഈ ഒരു ലിങ്കാണ്. 2023-24 വേണ്ടിയിട്ടുള്ള അപ്രന്റീസ്ഷിപ്പിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് നിങ്ങൾക്ക് കാണാം. അത് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ, 2 ആപ്ലിക്കേഷനാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോർ ആക്ട് അപ്രന്റീസസ് 2023 and 24 എന്ന് പറയുന്നൊരു ലിങ്ക് കാണാം. ആ ലിങ്കാണ് നമ്മുടെ ഈ ഒരു അപ്രന്റീസ്ഷിപ്പിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസ്റ്റേൺ റെയിൽവേയുടെ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് സെല്ലിൻ്റെ ഈസ്റ്റേൺ റെയിൽവേയുടെ പുതിയ ഒരു പേജ് വരും. ആ പേജിനാണ് നോട്ടിഫിക്കേഷൻ നമ്പറൊക്കെ കാണാൻ നിങ്ങൾക്ക്. നമ്മളിപ്പോൾ പറഞ്ഞ ആ PDF-ലുള്ള നോട്ടിഫിക്കേഷൻ നമ്പർ ആയിരിക്കും ഇത്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് ഓരോ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ തയ്യാറാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് വേണം, അതുപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ വേണം, അതുപോലെ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ വേണം, പിന്നെ ഡോക്യുമെൻ്റ് വേണം. അങ്ങനെ PDF ആയിട്ടാണ് ഡോക്യുമെൻ്റ് അവർ സ്വീകരിക്കുക. അപ്പോൾ ഏതെല്ലാം ഡോക്യുമെൻ്റാണ് വേണം നിങ്ങൾ ഈ ഒരു ഫോം ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ആൾക്ക് മുമ്പ് രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ ഓൾറെഡി രജിസ്റ്റേർഡ് എന്ന് പറയുന്ന ലിങ്കാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. പുതിയ രജിസ്ട്രേഷൻ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ലിങ്കാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ ഫോർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഒരു പേജ് കാണും. ആ പേജിൽ നിങ്ങൾ താഴെ ഇതിൻ്റെ ഡീറ്റെയിൽസ്, ഇൻസ്ട്രക്ഷൻസും അതുപോലെ എങ്ങനെയാണ് സെലക്ഷൻ പ്രൊസീജിയർ, രജിസ്ട്രേഷൻ എങ്ങനെയാണ് എന്നൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പ്രിലിമിനറി സ്റ്റേജ് ആണ്. പ്രിലിമിനറി സ്റ്റേജ് സെക്കൻഡ് ഉണ്ട്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ ഫില്ല് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇമെയിലിൽ നമ്മൾ അവരുടെ രജിസ്റ്റർ നമ്പറും അതുപോലെ പാസ്വേഡും കിട്ടും. ആ പാസ്വേഡും രജിസ്റ്റർ നമ്പറും വെച്ചിട്ട് നമ്മൾ രണ്ടാമത് ലോഗിൻ ചെയ്യാം. പിന്നെ ലോഗിൻ ചെയ്ത ശേഷം നമുക്ക് യൂണിറ്റ് പ്രിഫറൻസ് ആണ്. യൂണിറ്റ് പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് ഡിവിഷനുകൾ പറഞ്ഞു. ഇവിടെ CDE എന്നൊക്കെ പറഞ്ഞിട്ട് F, അതുപോലെ തന്നെ G എന്ന് പറഞ്ഞിട്ട് എന്ന് പറയുന്ന അത്രയും ഡിവിഷൻസ് ഉണ്ട്. ആ ഡിവിഷൻസ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കാം. ഏത് ഡിവിഷനിലാണ് നമുക്ക് ആദ്യം ജോലി വേണ്ടത് എന്നുള്ള പ്രിഫറൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് യൂണിറ്റ് പ്രിഫറൻസ് സ്റ്റേജ് എന്ന് പറഞ്ഞ 3ാമത്തെ ഘട്ടം. പിന്നെ ഡോക്യുമെൻ്റ് അപ്ലോഡിങ് സ്റ്റേജ് ആണ്. ഈ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാൻ നമ്മുടെ എന്തെല്ലാം PDF കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യേണ്ട സ്റ്റേജാണ്. പിന്നെയാണ് പേയ്മെൻറ്റ് സ്റ്റേജ് എന്ന് പറയുന്ന 5ാമത്തെ സ്റ്റേജ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പേയ്മെൻറ്റ് അടച്ചിട്ട് ആ പ്രിൻ്റ് എടുത്ത് എടുക്കുക. അപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത് ഈ ഒരു പ്രൊസീജിയർ. അപ്പോൾ ഫസ്റ്റത്തെ പ്രൊസീജിയർ നമ്മൾ എന്ത് ചെയ്യുക, ഈ ക്ലിക്ക് ടു പ്രൊസീഡ് എന്ന് പറഞ്ഞ ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏത് ട്രേഡിലാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള ITA ട്രേഡ് ഏതാണ് അത് നോക്കിയിട്ട് അത് ഏതാണ് നിങ്ങൾ കൊടുക്കുക. നമ്മുടെ ജസ്റ്റ് ഫിറ്റർ, നമ്മുടെ ഒരു ഡെമോ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് കൊടുക്കുക. പിന്നെ കാൻഡിഡേറ്റ്സ് നെയിം കൊടുക്കുക, ഫാദർ നെയിം, മദർ നെയിം, അതുപോലെ തന്നെ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം. അത് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് കമ്മ്യൂണിറ്റി, നിങ്ങൾ ഏത് കമ്മ്യൂണിറ്റിയിലാണോ ആ കമ്മ്യൂണിറ്റി നിങ്ങൾ കൊടുക്കുക. ജനറൽ കൊടുക്കുകയാണെങ്കിൽ ഓക്കെ, ജനറൽ കൊടുക്കാം നിങ്ങൾക്ക്. അതിനുശേഷം OBC ആണെങ്കിൽ നിങ്ങൾ ഇതിവിടെ ഓപ്ഷൻസ് ചോദിക്കും. OBC നോൺ ക്രീമി ലെയർ ആണോ, യെസ് ഓർ നോ. യെസ് ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. നോ ആണെങ്കിൽ നോ കൊടുക്കാം. പിന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഉണ്ട്, ഷെഡ്യൂൾഡ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. പിന്നെ EWS ആണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ EWS കാറ്റഗറിക്കാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ പിന്നീട് അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഇവിടെ ജസ്റ്റ് OBC കൊടുക്കുന്നത് യെസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ആർ യു ഡിഫറൻ്റലി ഏബിൾഡ് ആണ് ചോദിക്കുന്നത്, ഞാൻ നോ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ജെൻഡർ കൊടുക്കണം, പിന്നെ റിലീജിയൻ കൊടുക്കണം, പിന്നെ ആധാർ കാർഡിൻ്റെ നമ്പർ. അത് ഇപ്പോൾ കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അവിടെ, കാരണം അത് മാൻഡറ്ററി ആയിട്ടുള്ള ഈ ഒരു റെഡ് ചിഹ്നം കൊടുത്തത് മാത്രം മാൻഡറ്ററി ആയിട്ടുള്ളൂ. മറ്റേതിൽ നമുക്ക് പിന്നീട് കൊടുത്താലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ എക്സ് സർവീസ്മാൻ ആണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. അതുപോലെ തന്നെ ഈ അവാർഡ് എനി ഓഫ് ഫോളോയിങ്, അത് ഈ ഒരു എക്സ് സർവീസ്മാൻ കാറ്റഗറി പെട്ട ആളുകളാണെന്ന് ചോദിക്കുന്നത്. ഇമെയിൽ ID കൊടുക്കാം. പിന്നെ കൺഫേം ഇമെയിൽ ID, മൊബൈൽ നമ്പർ കൺഫേം കൊടുക്കാം. അപ്പോൾ ഇത്രയും പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ ഇത്രയും കൊടുക്കണം. അതിനുശേഷം നമ്മൾ അഡ്രസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ ക്യാപിറ്റൽ ലെറ്റർ, നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ കൊടുക്കുക. പല ആളുകളും ചിലപ്പോൾ സ്മോൾ ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊരു എറർ വരും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലൈൻ നമ്മളെ സ്ട്രീറ്റ് ലൈം, ലൊക്കാലിറ്റി, ടൗണ്, അതുപോലെ സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, അതുപോലെ പോസ്റ്റ് ഓഫീസ്, പിൻകോഡ്, പിന്നെ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷനും കൂടി കൊടുക്കണം. പിന്നെ മുകളിലത്തെ സെയിം ആണെങ്കിൽ ഇവിടെ ടിക്ക് കൊടുക്കുക. ഇനി മാറ്റുണ്ടെങ്കിൽ പെർമനൻറ്റ് അഡ്രസ്സും അതുപോലെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും രണ്ടും രണ്ടാണെങ്കിൽ നമ്മൾ രണ്ടായി കൊടുക്കുക. ഇനി രണ്ടും സെയിം ആണെങ്കിൽ ഈ സെയിം ആസ് എബോ എന്നുള്ളത് ടിക്ക് ചെയ്യുക. അതിനുശേഷം പിന്നെ നമ്മൾ വരേണ്ടത് 8th ക്ലാസ് ഇൻഫർമേഷനാണ്.
8ാം ക്ലാസ്സിൽ നമുക്ക് കിട്ടിയ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ കൊടുക്കുക. നമുക്ക് എത്രയാണ് മാർക്ക് കിട്ടിയത് അത് ഇവിടെ കൊടുക്കുക. ഇപ്പോൾ 450 ആണെങ്കിൽ 450 കൊടുക്കുക. അതിന് ടോട്ടൽ മാർക്ക് എത്രയാണോ 600 അത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ പെർസെൻറ്റേജ് കറക്റ്റായിട്ട് പെർസെൻറ്റേജ് വരും. അതിന് ശേഷം നമ്മൾ എന്നാണോ പാസ്സായത് 8ാം ക്ലാസ് പാസ്സായത് 8ാം ക്ലാസ് പാസ്സായ ഇയർ കൊടുക്കുക. പിന്നെ വരുന്നത് 10th ക്ലാസ് ഇൻഫർമേഷനാണ്. 10th ക്ലാസ് ഇൻഫർമേഷനിൽ നമ്മൾ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റിൻ്റെ നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതിന് ശേഷം ഏത് ബോർഡിലാണോ നിങ്ങൾ ഇവിടെ ഈ ഒരു 10th ക്ലാസ് ഉള്ളത്, അത് നമ്മുടെ കേരളത്തിലുണ്ടെങ്കിൽ കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ ഇവിടെ ഉണ്ട്, അത് കൊടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വേറെ ഏതെങ്കിലും ഇതിലില്ലാത്തതാണ് നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ അതേഴ്സ് എന്ന് പറഞ്ഞത് അത് കൊടുക്കാം. അതിനുശേഷം നിങ്ങളുടെ മാർക്ക് എത്ര മാർക്ക് കിട്ടി അത് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് എത്ര മാക്സിമം മാർക്ക് എത്രയാണ് അത് കൊടുക്കാം. അപ്പോൾ പെർസെൻറ്റേജ് മാർക്ക് ഇവിടെ വരും. പെർസെൻറ്റേജ് മാർക്ക് നമുക്ക് മിനിമം നമ്മുടെ നോട്ടിഫിക്കേഷനിലേക്ക് വരികയാണെങ്കിൽ, നമ്മോട് ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ നമ്മോട് പറഞ്ഞിരിക്കുന്ന 10ാം ക്ലാസ്സിൻ്റെ ക്വാളിഫിക്കേഷൻ 50% മിനിമം മാർക്കെങ്കിലും വേണം. 50% മിനിമം മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സ്വീകരിക്കുള്ളൂ. അതിന് ശേഷം ഇയർ ഓഫ് പാസിംഗ്, എത്രാമത്തെ വർഷത്തിലാണ് നമ്മൾ ആ ഒരു പബ്ലിക് എക്സാമിനേഷൻ 10ാം ക്ലാസ് പാസ്സായിരിക്കുന്നത്. IT ഇൻഫർമേഷനാണ്. ITൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ITൻ്റെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് നമ്പർ കൊടുക്കാം. അത് കൊടുക്കാം. അതിന് ശേഷം ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് കൊടുക്കാം. അതിനുശേഷം ഇയർ ഓഫ് പാസിംഗ് ഏതാണോ അതിൽ ഇയർ ഓഫ് പാസിംഗ് കൊടുക്കാം. പിന്നെ ITA മാർക്ക് ഒപ്റ്റെയിൻ, എത്ര മാർക്കാണ് നിങ്ങൾക്ക് ലഭിച്ചത് ആ ഒരു മാർക്ക് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. എത്ര മാർക്കാണ് കിട്ടിയത് അത് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. അതിനുശേഷം നിങ്ങൾ ഇയർ ബൈ ഡിക്ലെയർ ദാറ്റ്, ഇത് ഡിക്ലറേഷൻ ആണ്, അവിടെ ടിക്ക് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾ ഇവിടെ ഒരു ക്രിയേറ്റ് ന്യൂ പാസ്വേഡ് പുതുതായിട്ടുള്ളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം അത് കൺഫേം ചെയ്യുക. അതിനുശേഷം ഈ സെക്യൂരിറ്റി ക്യാപ്ച അത് നിങ്ങൾ താഴെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം ക്ലിക്ക് ടു കണ്ടിന്യൂ എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ലെങ്ത് ആവും കേട്ടാണ് ഞാൻ ജസ്റ്റ് ഇതൊന്നും ഫില്ല് ചെയ്യാതെ നിങ്ങളെ കാണിച്ചത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കൊടുത്ത ശേഷം ക്ലിക്ക് ടു കണ്ടിന്യൂ എന്നാണ് കൊടുക്കേണ്ടത്. ഞാനതിൽ ഫില്ല് ചെയ്തിട്ട് ബാക്കി കാണിക്കാം. അപ്പോൾ നമ്മളത് ഓക്കെ കൊടുക്കുമ്പോൾ, കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും വരിക. അപ്പോൾ നമുക്ക് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് കൺഫേം അല്ലേ എന്നല്ലേ ചോദിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള നോ കൊടുക്കാം. ഞാൻ ഇവിടെ കൊടുത്തത് കൺഫേം ആയതുകൊണ്ട് തന്നെ ഐ ഹാവ് വെരിഫൈഡ് ടു ഓൾ ഡീറ്റെയിൽസ് എൻ്റെ രജിസ്ട്രേഷൻ ഫോം ആൻഡ് വിഷ് ടു സബ്മിറ്റ് ദ സെയിം എന്നുള്ളത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഡു യു വാണ്ട് ടു സബ്മിറ്റ് ഓക്കെ. അതിനുശേഷം നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ ഉണ്ട്. രജിസ്ട്രേഷൻ നമ്പർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മെയിലിലേക്കും രജിസ്ട്രേഷൻ നമ്പർ വന്നിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ ക്ലിക്ക് ടു ലോഗിൻ എന്നുള്ളതാണ് കൊടുക്കുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ കൊടുക്കുക. നമ്മുടെ മെയിൽ നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ കറക്റ്റായിട്ട് നമുക്കിവിടെ ലഭിക്കുന്നതാണ്. രജിസ്ട്രേഷൻ നമ്പർ 21-243-156 എന്ന് പറയുന്ന രജിസ്ട്രേഷൻ നമ്പർ നമ്മുടെ മെയിലിൽ വന്നിട്ടുണ്ടാവും. നമ്മളത് എടുക്കുക. നമ്മളത് എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, അവിടെ രജിസ്ട്രേഷൻ നമ്പർ എന്നുള്ള ഭാഗത്ത് കൊടുക്കുക. അതിനുശേഷം പാസ്വേഡ് എന്താണോ കൊടുത്തത് അത് കൊടുക്കുക. സെക്യൂരിറ്റി കോഡ് എന്നുള്ളത് ഈ ക്യാപ്ച എൻ്റർ ചെയ്യുക. ലോഗിൻ കൊടുക്കുക. ഇപ്പം എങ്ങനെയായിരിക്കും വന്നിട്ടുണ്ടാവുക, ഈ നമുക്ക് വ്യൂ ഡീറ്റെയിൽസ് ഉണ്ട്. നമ്മുടെ ഫില്ല്, യൂണിറ്റ് പ്രിഫറൻസ്, അപ്ലോഡ് ഇമേജ്, മേക്ക് പേയ്മെൻറ്റ്, അതുപോലെ വ്യൂ അപ്ലോഡ് ഇമേജ്, പ്രിൻ്റ് ആപ്ലിക്കേഷൻ ഫോം, ഇങ്ങനെയായിരിക്കും വരിക. ഇപ്പോൾ യൂണിറ്റ് പ്രിഫറൻസ് എന്നുള്ള ഭാഗത്ത് നമ്മളെന്ത് ചെയ്യുക, നമ്മൾ ട്രേഡിലുള്ള വിവിധ ഡിവിഷനുകളുണ്ടല്ലോ, ആ ഡിവിഷനുകളിൽ ഏത് ഡിവിഷനാണോ നമുക്ക് താല്പര്യം, 2, 4, 6 ഡിവിഷനുണ്ട്. അപ്പോൾ ഓരോ ഡിവിഷനും നമുക്ക് വേണ്ടി ഏത് ഡിവിഷനാണോ ഫസ്റ്റ് കൊടുക്കേണ്ടത് അതിനനുസരിച്ച് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നിർബന്ധമായിട്ടും 1 കൊടുക്കണം. ഞാനിവിടെ 6 ഞാൻ ജസ്റ്റ് നിങ്ങൾ ഫില്ല് ചെയ്ത് കാണിച്ചത് കൊണ്ട് തന്നെ ജസ്റ്റ് 6 കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മിനിമം 1 കൊടുക്കണം. നിങ്ങൾ മിനിമം 3 കൊടുക്കാൻ ശ്രമിക്കുക. കാരണം ഒരു ഇതിൽ കിട്ടിയില്ലെങ്കിൽ മറ്റുള്ളതിലേക്ക് നിങ്ങൾക്ക് വർക്ക് ചെയ്യാമല്ലോ. ഓക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് മാറ്റാൻ കഴിയുന്നതല്ല, അതുകൊണ്ട് തന്നെ അത് മാറ്റാം. പിന്നീട് ശേഷം നമ്മൾ ലേറ്റസ്റ്റ് കളർ ഫോട്ടോ കൊടുക്കുക. ഇവിടെ ചൂസ് ഇമേജ് നമ്മുടെ ഈ JPG ഫയൽ ഫോർമാറ്റിൽ തന്നെ കൊടുക്കണം. പിന്നെ സിഗ്നേച്ചർ അത് JPG, പിന്നെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ കൊടുക്കണം, അതും നിങ്ങൾ അപ്ലോഡ് ചെയ്യാം. പിന്നെ 8th മാർക്ക് ഷീറ്റ് അപ്ലോഡ് ചെയ്യാൻ പാടുണ്ട്, അത് അപ്ലോഡ് ചെയ്യാം. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഈ 8th മാർക്ക് ലിസ്റ്റ്, അതുപോലെ തന്നെ ഇവിടെ 8th സർട്ടിഫിക്കറ്റ്, അതൊന്നും നമുക്ക് മാൻഡേറ്ററി അല്ല. കാരണം ഇവിടെ ഈ റെഡ് സിഗ്നൽ കൊടുത്തിട്ടില്ല, സ്റ്റാർ കൊടുത്തിട്ടില്ല. 10th നിർബന്ധമായിട്ടും വേണം. അതുപോലെ തന്നെ 10th സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും വേണം. പിന്നെ ഏജ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് SLC അതുപോലത്തെ മറ്റുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ് അതൊക്കെ അപ്ലോഡ് ചെയ്യാം.
പിന്നെ ITA മാർക്ക് ഷീറ്റ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അത് അപ്ലോഡ് ചെയ്യണം. പിന്നെ ITA സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. പിന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഞാൻ OBCയിൽ യെസ് കൊടുത്തത് കൊണ്ട് തന്നെ നമ്മൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും അപ്ലോഡ് ചെയ്യണം. അതും അപ്ലോഡ് ചെയ്ത ശേഷം അപ്ലോഡ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേയ്മെൻറ്റിലേക്ക് പോകാം. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോ സൈസും മറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയായിരിക്കും ഇതിൻ്റെ KB സൈസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫോട്ടോഗ്രാഫ് 20 KB മുതൽ 50 KB വരെ ഉള്ളത് മാത്രമേ സ്വീകരിക്കുള്ളൂ. പിന്നെ വന്നിരിക്കുന്നത് 10 KB നമ്മളെ ലെഫ്റ്റ് ഇംപ്രഷൻ 10 KB ആണ്. പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ച് ഡീറ്റെയിൽസ് നോക്കിയതിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ പേയ്മെൻറ്റ് അടക്കാവുന്നതാണ്. പേയ്മെൻറ്റ് അടക്കേണ്ട കാറ്റഗറിയാണെങ്കിൽ പേയ്മെൻറ്റ് അടക്കുക. അതിനുശേഷം പേയ്മെൻറ്റ് അടച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത ശേഷം പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കുക. അതാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ഈ 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള ആളുകളൊക്കെ IT എടുത്ത ആളുകളൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ അപേക്ഷിച്ചോട്ടെ. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.